വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു റമളാൻ വ്ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം രാവിലത്തെ റൊട്ടീനൊക്കെ കണ്ടില്ലോ. അത്താഴത്തിന് എണീറ്റതും ചായ കുടിച്ചതും ഒക്കെയാണ്. ഒന്നുമില്ല കാര്യമായിട്ട്, അത്താഴത്തിന് അങ്ങനെ കാര്യമായിട്ടൊന്നും ഞാൻ കഴിക്കാറില്ല. ചായ മാത്രം, ചായയും കടി എന്തെങ്കിലും ഉണ്ടെങ്കിലേ കഴിക്കുള്ളൂ. പണ്ടൊക്കെ ഭക്ഷണമൊക്കെ ചോറ് നാസ്തയൊക്കെ കഴിക്കുമായിരുന്നു. ഇപ്പോൾ ഒന്നും കഴിക്കില്ല, ഒന്നും വേണ്ട ശരിക്ക്. ചായ മാത്രമേ കഴിക്കുന്നുള്ളൂ. രാവിലെ എണീറ്റു, മോൾക്ക് ചായയൊക്കെ കൊടുത്ത് പിന്നെ അലക്കി അതൊക്കെ അറിയിട്ടു. കുളിക്കാൻ കയറി. കുളിച്ച് വന്നിട്ട് ഷോപ്പിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ നടുക്ക് മൈക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ അതൊന്നും ക്ലിയർ ആവുന്നില്ല. അതുകൊണ്ട് ഞാൻ വിളിച്ചു വോയിസ് ഓവർ കൊടുക്കാമെന്ന്. അപ്പം ഞാൻ ഫസ്റ്റ് ഡേ തൊട്ട് റമളാൻ വ്ലോഗ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. അപ്പം അതിനൊന്നും പറ്റിയില്ല. നോമ്പിപ്പം ഇന്ന് 4ാമത്തെ നോമ്പാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. റമളാനിലൊരു ഡേ ഇൻ മൈ ലൈഫ് മുന്നേ ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു. ടൈം കിട്ടിയിട്ടില്ല. ഇപ്പോഴും ടൈമൊന്നുമില്ല, എന്നാലും ഒന്നും ചെയ്തിട്ടില്ല. ഞാനിതിങ്ങനെ മൂക്കൊക്കെ പൊത്തി കണ്ടിട്ട് നിങ്ങൾ ഭീകരജീവിയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. പൊടിയാണ് ഗൈസ്, ഭയങ്കര പൊടിയാണ്. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ. അപ്പം ഞാൻ ഇറങ്ങി, ഷോപ്പിലേക്ക് ഇറങ്ങി. ഇപ്പോൾ തന്നെ സമയം ലേറ്റായി. കുറച്ച് പണിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എന്തായാലും ഉറങ്ങിപ്പോയി കുറച്ച്. കാരണം രാവിലെ എണീറ്റ് പിന്നെ അത്താഴമൊക്കെ കഴിച്ച് നിസ്കരിച്ച് ഓതിയിട്ടൊക്കെ കിടക്കുമ്പോൾ തന്നെ 7 മണിയായിന്. അപ്പം ഞാൻ ഒരു 2 മണിക്കൂർ കിടക്കാമെന്ന് വെച്ചാൽ അങ്ങനെ 9:10 പോയി ഇറങ്ങാൻ, എണീക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഷോപ്പിലേക്ക് വന്നു. ഇതിപ്പം അടിച്ച് വാരി വൃത്തിയാക്കുകയാണ്. ഇപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ടാണ് വേഗം അടിച്ച് വരാൻ പറ്റുന്നത്. 2 ദിവസമായി ഞാൻ എൻ്റെ ഷോപ്പൊക്കെ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കിയിട്ട്. തിരക്കായിരുന്നു. കുട്ടികളുടെ പിന്നെ ഓരോ എക്സാമിൻ്റെ, എൻട്രൻസ് എക്സാമിൻ്റെ ഒക്കെ ഒരുപാട് കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ രാവിലെ ഇങ്ങനെ വന്ന് നിൽക്കും. എന്നാൽ പിന്നെ ഇതൊന്നും അടിച്ച് വരാനൊന്നും നേരെയില്ല. അപ്പോൾ അതെല്ലാം കൊണ്ട് തന്നെ പൊടിയാണ്. പിന്നെ റോഡിലും ഭയങ്കര പൊടിയാണ്. അതുകൊണ്ടാണ് ഈ മാസ്കിങ് രൂപം. പിന്നെ ഞാൻ അടിച്ച് വാരി കൈയൊക്കെ ചെയ്തപ്പോൾ ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി. PSCൻ്റെതും പൊസഷനും അങ്ങനെ ഒരുപാട് കൊടുക്കാൻ ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി. കഴിഞ്ഞ 2 ദിവസത്തെ അപേക്ഷിച്ചിട്ട് ഇന്ന് കുറച്ച് ആൾക്കാർ കുറവാണ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഭയങ്കരമായിട്ട് ആൾക്കാരായിരുന്നു. ഇപ്പം നോമ്പായതുകൊണ്ട് ഞാൻ 5 മണിക്ക് ഇറങ്ങുന്നുണ്ട് ഷോപ്പിൽ നിന്ന്. 5 മണി വരെയേ ഉള്ളൂ. എന്നാലും 5 മണി എന്ന് പറഞ്ഞാലും 5 മണി 5:30 ആകും വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. പിന്നെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ബാങ്ക് കൊടുക്കൽ, നോമ്പ് തുറക്കലെല്ലാം ഷോപ്പിൽ തന്നെ ആയിപ്പോവും. അതുകൊണ്ട് പിന്നെ ഞാൻ അധികം നിൽക്കാറില്ല. പിന്നെ ഷോപ്പിൽ വ്ലോഗ് ചെയ്യാൻ ആൾക്കാർ വരുമ്പോൾ എനിക്കങ്ങനെ വ്ലോഗ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. ഇതിപ്പം ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, മൈക്ക് വെച്ചിട്ടായിരുന്നു. അപ്പം മൈക്ക് ഓണാണെന്ന് കരുതിയാൽ കുറേ എന്തൊക്കെയോ പറഞ്ഞു. എനിക്ക് എന്താ പറഞ്ഞതെന്നൊന്നും ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ വീഡിയോ പ്ലേ ചെയ്ത് നോക്കിയപ്പോഴാണ് മൈക്ക് ഓണല്ല എന്ന് മനസ്സിലായത്. അപ്പോൾ ഇപ്പോൾ ആരും ഇല്ലാത്തൊരു സമയത്താണ് ഞാൻ ഈ വ്ലോഗ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആൾക്കാരായിട്ട് ഇങ്ങനെ ഓരോ ബില്ലും കാര്യമെല്ലാം ആയിട്ട് ഇങ്ങനെ അടക്കാൻ വരുന്നുണ്ട്. അപ്പം വലുതായിട്ടൊന്നുമില്ല, ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. റമളാനായിട്ട് ഓരോരുത്തരും വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്, ഞാനിതുവരെ ചെയ്തിട്ടില്ല. സാധാരണ ദിവസം തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. ഞാൻ വീഡിയോ ഒക്കെ കുറേയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പകുതി ആകുമ്പോഴത്തേക്ക് പിന്നെ അത് ബാക്കിയെടുക്കാൻ വിട്ടുപോകും. പിന്നെ രാത്രിയൊക്കെ ഓർമ്മ വരിക. അതുകൊണ്ട് പിന്നെ അതവിടെ വെച്ചു. പിന്നെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇന്ന് ചെറിയ രീതിയിലൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അത് ഏകദേശം ഒരു സക്സസ്ഫുള്ളായി. അങ്ങനെ വലുതായിട്ടൊന്നും എടുത്തിട്ടില്ല, കുറച്ച് പാർട്ടായിട്ട് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ഷോപ്പ്. ചെറുക്കുനിയിൽ തന്നെയാണ് ഷോപ്പ് വരുന്നത്. ഡിജിറ്റൽ സേവാ കേന്ദ്രമാണ്. അപ്പം ഓൺലൈനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. പാസ്പോർട്ട്, പാൻ കാർഡ്, പിന്നെ ഓരോ കുട്ടികളുടെ ഓരോ ഓൺലൈൻ ആപ്ലിക്കേഷൻസ്, അങ്ങനെയൊക്കെ എല്ലാം ചെയ്യുന്നുണ്ട്. ഇതിപ്പം ആരും ഇല്ലാത്തൊരു ചെറുക്കുനിയാണ്, ആൾക്കാരൊക്കെ കുറവാണ്. ഭയങ്കര ചൂടാണ് ഗൈസ്, സഹിക്കാൻ പറ്റുന്നില്ല. ചൂട് കൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല. ഫാനിന് വരെ കാറ്റില്ല. ഫാനൊക്കെ മാറ്റാനായിട്ടുണ്ട്.
പിന്നെ ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ കണ്ണൂരിപ്പം പൊതുവേ ഭയങ്കര ചൂടാണല്ലോ, പോരാത്തതിന് നോമ്പും അതിൻ്റെ ക്ഷീണവും. നോമ്പ് തുറന്നാൽ പിന്നെ ഒന്നും വേണ്ടി വരില്ല. അങ്ങനെ വൈകുന്നേരമായി, എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. നേരെ വീട്ടിലേക്ക് പോകണം. പോകുന്നതിൻ്റെ നടുക്ക് 2 സാധനം വാങ്ങിക്കാൻ ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. വീട്ടിലെത്തി കയറാണ്. മുമ്പ് തന്നെ വന്നിട്ടുണ്ട്. ഇന്നൊക്കെ അംഗൻവാടി ഇല്ല. അവളുടെ അംഗൻവാടിയുടെ അടുത്ത് ഒരു അമ്മമ്മ മേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചർ പറഞ്ഞ് 11 മണിക്കെങ്ങാനാണ് അടക്ക്, അപ്പോൾ അത് കഴിഞ്ഞിട്ട് കൂട്ടിയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ രാവിലെ 10 മണിക്ക് ഇറങ്ങുകയാണല്ലോ, പിന്നെ എന്തായാലും കൂട്ടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവളിന്ന് ലീവാണ്. അപ്പം ഞാൻ വരുമ്പോഴത്തേക്കും ഉമ്മ ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കല്ലുമ്മക്കായ് പൊരിക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കായ്പോളയാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ഒരുപാട് കടികളൊന്നും ആക്കുന്നില്ല, കാരണം തിന്നാൻ പറ്റുന്നില്ല. വെള്ളവും ജ്യൂസും പിന്നെ ചായയൊക്കെ കുടിക്കുമ്പോൾ തന്നെ വയറ് നിറയുന്നുണ്ട്. 1 കടി 2 കടിയല്ല തിന്നാൻ പറ്റുന്നുള്ളൂ. കാര്യമായിട്ടൊന്നും തിന്നാനില്ല. 2 ദിവസമായിട്ട് ഇത് തന്നെയാണ് അവസ്ഥ. എല്ലാം ബാക്കിയാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അധികമൊന്നും ഉണ്ടാക്കുന്നില്ല, കുറച്ചേ ഉള്ളൂ. പിന്നെ നാസ്തയാക്കും. അപ്പം ഞാൻ വന്നിട്ട് കായ്പോളൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് ആക്കുകയാണ് ചെയ്യുന്നത്. കായ്പോളയാക്കി, പിന്നെ കല്ലുമ്മക്കായ് പൊരിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് എല്ലാം ടേബിളിൽ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ബാങ്ക് കൊടുക്കാനായി. പിന്നെ ബാങ്ക് കൊടുത്തു. ഞങ്ങൾ നോമ്പൊക്കെ തുറന്നു ചെറിയ രീതിക്ക്. ബാങ്ക് കൊടുക്കാൻ നേരം എല്ലാം ഹരിബറിയുമായിരുന്നു. അതുകൊണ്ട് ഫ്രൂട്ട്സ് ഒന്നും കട്ട് ചെയ്ത് വെക്കാൻ പറ്റിയില്ല. അതെല്ലാം മറന്നുപോയി. പിന്നെ ഞാനധികം ഫ്രൂട്ട്സൊന്നും അങ്ങനെ കഴിക്കില്ല. എൻ്റെ അനിയനാണ് മെയിനായിട്ട് ഫ്രൂട്ടിൻ്റെ ആൾ. ഓൻ മാത്രമേ കഴിക്കൂ. അത് കഴിഞ്ഞാൽ അവനിക്കവിടെ എടുത്ത് വെച്ചിട്ടും കാര്യമൊന്നുമില്ല, അവനത് മുറിച്ച് തിന്നോളും. അപ്പോൾ ഫ്രൂട്ട്സൊന്നും കട്ട് ചെയ്ത് വെക്കാൻ വിട്ടുപോയി. അപ്പം വാട്ടർമെലൻ്റെ ജ്യൂസാണ്. നമ്മൾ കാരയ്ക്കും ഈത്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. മെയിനായിട്ടുള്ള ഐറ്റം ഈ കാരയ്ക്ക് ഈത്തപ്പഴമാണ്. അതുകൊണ്ടാണ് നോമ്പ് തുറക്കേണ്ടത്. പിന്നെ നമ്മുടെ കല്ലുമ്മക്കായ പൊരിച്ച് കായ്പോളയാക്കി. അപ്പം അൽഹംദുലില്ലാഹ് നല്ല തന്നെ റാഹത്തായിട്ട് നോമ്പ് തുറന്നു. അത് കഴിഞ്ഞ് നിസ്കരിക്കാൻ വേണ്ടി പോയി. അപ്പം ഞാൻ നിസ്കരിക്കാൻ പോകുമ്പോഴത്തേക്ക് സാരക്കും നിസ്കരിക്കണം എന്ന് പറഞ്ഞ് അവളും എൻ്റെ കൂടെ തന്നെ വരും. അപ്പോൾ അവൾക്കും നിസ്കാരക്കുപ്പായം ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ അവൾക്കും ഞാൻ നിസ്കാരക്കുപ്പായം ഇട്ട് കൊടുത്തു. എൻ്റെ അനിയത്തിയുടേതാണ്. അതൊക്കെ ഇട്ടിട്ട് അവളും നിസ്കരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ നിസ്കാര ഊത്തൊക്കെ കഴിഞ്ഞു. ഇനി പിന്നെയുള്ളത് രാത്രിത്തേക്കുള്ളതാണ്. മുത്തായത്തിലേക്ക് നമ്മൾ ചോറാണ് ഉണ്ടാക്കുന്നത്. അത്താഴത്തിന് മുന്നേ ഉള്ളതിനാണ് മുത്തായം എന്ന് പറയുന്നത്. രാത്രിക്ക് ചോറും കറിയൊക്കെയാണ് വെച്ചത്. വറവ്, സോയാബീൻ പൊരിച്ചത്, മീൻ പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി വ്ലോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.